അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ജയ്ഹിന്ദ് ടിവിയിലെ മാന്യ പ്രേക്ഷകർക്ക് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി തക്കല അവതരിപ്പിക്കുന്ന റംസാൻ മൊഴിമുത്തുകൾ അഥവാ അൽ ബയാൻ എന്ന വളരെ വ്യത്യസ്തവും പഠനാർഹവുമായ റമളാനിലെ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എല്ലാവരും ഈ പരിശുദ്ധ റമളാനിൻ്റെ നോമ്പുകാലത്ത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ പ്രോഗ്രാമിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കൂടി ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെയാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുന്നത്. അൽഹംദുലില്ലാ, ആകാശത്ത് നിന്ന് അനുഗ്രഹത്തിൻ്റെ പേമാരികൾ പെയ്തിറങ്ങുന്ന രീതിയിലും രൂപത്തിലും 1-ന് 70-ഉം 70-ന് അതിൻ്റെ ഇരട്ടിയുമായി പ്രതിഫലം അധികരിക്കുന്ന പരിശുദ്ധ റമളാൻ മാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രഥമ കവാടം നാം തുറന്നു കഴിഞ്ഞിരിക്കുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. ഇന്നു മുതൽ ഈ 4 കാര്യങ്ങൾ അള്ളാഹുവിനോട് മനസ്സ് നിറഞ്ഞ് നാം ചോദിച്ചു തുടങ്ങുകയാണ്. അള്ളാഹുവേ, പടച്ചവനെ, ഞങ്ങൾ നിന്നെക്കൊണ്ട് സാക്ഷ്യം വഹിക്കുന്നു. നിന്നോട് ഞങ്ങൾ പൊറുക്കലിനെ ചോദിക്കുന്നു. നിന്നോട് ഞങ്ങൾ സ്വർഗത്തെ ചോദിക്കുന്നു. നിന്നോട് ഞങ്ങൾ നരകത്തെ തൊട്ട് കാവൽ ചോദിക്കുന്നു. ഇത് റമളാനിൻ്റെ സമാപനം വരെ സർവ്വ പ്രാർത്ഥനകളിലും നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടായിരിക്കണം. അള്ളാഹു ഈ നന്മകൾ മുഴുവനും അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാ വർഷവും നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് മുന്നിൽ റംസാൻ മൊഴിമുത്തുകൾ വളരെ ചുരുങ്ങിയ സമയമാണ് റമളാൻ മാസത്തിൽ തരുന്നതെങ്കിൽ ഇപ്രാവശ്യം അതിനെ കുറച്ചുകൂടി വിപുലമായി അൽഹംദുലില്ലാ ഒരു അരമണിക്കൂറിനുള്ളിൽ നിൽക്കുന്ന ഒരു പഠന പ്രോഗ്രാമായി മാറ്റിയിരിക്കുകയാണ്. ഈ പ്രോഗ്രാമിൽ നാം പഠിച്ചു തുടങ്ങുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സൂറത്താണ്. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ റമളാൻ മാസത്തിലാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ അവതരിച്ചത്. അതുകൊണ്ട് തന്നെ റമളാൻ മാസത്തിൽ ഖുർആൻ ഓതുന്നതിന് വളരെ ശ്രേഷ്ഠതകളും പ്രതിഫലങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നതാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരിമാർ, നന്മയുടെ വിളനിലങ്ങളായി മാറുന്നതിനു വേണ്ടി ഖുർആൻ കയ്യിലെടുത്ത് വെച്ച് നിറകണ്ണുകളോടെ ആദ്യം മുതൽ അവസാനം വരെ അനേകം പ്രാവശ്യം തെറ്റുകൂടാതെ ഓതി തീർക്കേണ്ടുന്ന മാസമാണ് പരിശുദ്ധ റമളാൻ മാസം. പക്ഷെ നമുക്കറിയാം, ഒരു ശരീരത്തിൻ്റെ പ്രധാന ഭാഗം ഹൃദയം എന്നതുപോലെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിന് ഒരു ഹൃദയമുണ്ട്. ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ ആ ഖുർആനിൻ്റെ ഹൃദയത്തെ വിശ്വാസികളുടെ ഹൃദയത്തേക്ക് ചേർത്ത് വെക്കാനാണ് അൽ ബയാൻ എന്ന പ്രോഗ്രാം ഇപ്രാവശ്യം ഉദ്ദേശിക്കുന്നത്. ഖുർആനിൻ്റെ ഹൃദയവും മനുഷ്യൻ്റെ ഹൃദയവുമായി ഒരു ബന്ധം ഈ റമളാനിലെ 30 എപ്പിസോഡുകളിലൂടെ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്താ? നമുക്കറിയാം, എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട്. വഖൽബുൽ ഖുർആനി സൂറത്ത് യാസീൻ. ഖുർആനിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് അത് സൂറത്ത് യാസീനാണ്. ഇന്നു മുതൽ, ഈ സെക്കൻഡ് മുതൽ ആ ഹൃദയത്തെ നമ്മുടെ ഹൃദയത്തോട് നാം ചേർത്ത് വെക്കാൻ പോവുകയാണ്. റബ്ബ് ഖുർആനിലൂടെ നമുക്ക് സമ്മാനിച്ച ഖുർആനിൻ്റെ ഖൽബിനെ നമ്മുടെ നെഞ്ചോട് നാം ചേർത്ത് വെക്കുകയാണ്. ഖുർആനിൻ്റെ ഹൃദയം സൂറത്ത് യാസീനാണെങ്കിൽ നാം ആ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിയാൻ തുടങ്ങുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കതബല്ലാഹു ബിഖിറാഅതിഹ. ഒരു പ്രാവശ്യം സൂറത്ത് യാസീൻ ആദ്യം മുതൽ അവസാനം വരെ തെറ്റുകൂടാതെ വളരെ ഗൗരവമുള്ള ചിന്തയോടെ ഒരാൾ ഓതി തീർത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഖിറാഅത്തുൽ ഖുർആനി 10 മറ. 10 പ്രാവശ്യം ഖുർആൻ ഓതി തീർത്തതിൻ്റെ പ്രതിഫലം അള്ളാഹുവിന് കൊടുക്കുന്നതാണ്. ആലോചിച്ചു നോക്കണം. അള്ളാഹുവിൻ്റെ ഖുർആനിലെ സൂറത്ത് യാസീൻ ഒരു പ്രാവശ്യം ഓതി തീർത്താൽ 10 പ്രാവശ്യം ഖുർആൻ ഓതി തീർത്ത പ്രതിഫലം അള്ളാഹു നമുക്ക് തരുന്നതാണ്. പരിശുദ്ധ റമളാനിലാണെങ്കിലോ സുബഹിക്കും ളുഹറിനും അസറിനും മഗ്രിബിനും ഇശായിനും ശേഷം ഓരോ യാസീൻ വെച്ച് ഒരു ദിവസം 5 യാസീൻ ഓതിയാൽ, ഒരു ദിവസം 3 യാസീൻ ഓതിയാൽ, ഒരു ദിവസം 1 യാസീൻ ഓതിയാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയായിരിക്കും? അൽ ബയാന്റെ പ്രേക്ഷകർ മുഴുവനും യാസീൻ ഉൾക്കൊള്ളുന്നവരായി മാറാൻ വേണ്ടി ഞാൻ പറയുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സൂറത്ത് യാസീൻ ലിമാ ഖുരി അലഹു. എന്തിനു വേണ്ടിയാണോ യാസീൻ ഓതുന്നത് അതിനു വേണ്ടിയുള്ളതാണ് യാസീൻ. ഒരു വലിയ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് സൂറത്ത് യാസീൻ ഓതുന്നു. ആ ലക്ഷ്യം അള്ളാഹു നമുക്ക് സാധിപ്പിച്ചു തരും.
സന്താനങ്ങളില്ലാത്തവർ റമദാൻ മുഴുവനും ആ ലക്ഷ്യത്തിനു വേണ്ടി യാസീൻ ഓതുന്നു. പരലോക വിജയത്തിനു വേണ്ടി, ആഖിറം രക്ഷപ്പെടാൻ വേണ്ടി, ഖബർ വിജയത്തിനു വേണ്ടി, ജീവിതത്തിൻ്റെ ഇടങ്ങേർ ആപത്ത് മുസീബത്ത് മാറി കടബാധ്യയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അപകട ദുരന്തങ്ങളിൽ നിന്ന് കരകയറാൻ വേണ്ടി, ഇതൊക്കെ നിയ്യത്ത് ചെയ്തുകൊണ്ട് യാസീൻ നമുക്ക് ഓതാം. പക്ഷേ അത് എന്തിനോതുന്നുവോ അതിനു വേണ്ടിയുള്ളതാണ് യാസീൻ എന്ന് അള്ളാഹിൻ്റെ റസൂൽ തമാശയ്ക്ക് പോലും കളവ് പറയാത്ത നാവ് കൊണ്ട് ഈ സമുദായത്തെ പഠിപ്പിക്കുമ്പോൾ ഈ റമദാൻ നമുക്ക് അതിനു വേണ്ടിയുള്ള ഒരു പഠന അവസരമാകട്ടെ. മറ്റൊരു സമയം അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഖ്റഊഹാ അലാ മൗതാക്കും, നിങ്ങളിൽ മരണമാസന്നമായവർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സൂറത്ത് യാസീൻ ഓതി കൊടുക്കുക. സുഖമില്ലാതെ അസ്രായിൽ വന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുമ്പോൾ ഈ സൂറത്ത് യാസീൻ നിങ്ങൾ പാരായണം ചെയ്തു കൊടുത്താൽ അവർക്കതൊരു വളരെ എളുപ്പമാകും. റൂഹ് പിരിയുന്നതിൻ്റെ കഷ്ടപ്പാടുകളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും അവർക്ക് രക്ഷയുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പക്ഷേ ഈ യാസീൻ വെറുതെ അങ്ങ് ഓതിയാൽ പോരാ. നമ്മുടെ ഉമ്മമാരൊക്കെ സൂറത്ത് യാസീൻ ഓതുമ്പോൾ ഒരുപാട് തെറ്റുകൾ കാണാം. എന്തെങ്കിലും പറഞ്ഞ് അവസാനം ഒരു ഈൻ ഊൻ എന്ന് പറഞ്ഞ് നിർത്തി ഒരു പ്രത്യേകമായ രീതിയിൽ തലചൊറിഞ്ഞും ചാരിയിരുന്നും കോട്ടുവായ വിട്ടും തമാശ പറഞ്ഞും യാസീൻ ഓതുന്ന ചില ദുശ്ശീലങ്ങൾ നമ്മുടെ സഹോദരിമാർക്കിടയിലുണ്ട്. അത് ഈ റമദാനിൻ്റെ പഠന പ്രോഗ്രാമിലോടുകൂടി നാം മാറ്റിയെടുക്കാൻ പോവുകയാണ്. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ പള്ളിക്കകത്ത് നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അള്ളാഹിൻ്റെ പരിശുദ്ധ ഖുർആൻ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് തെറ്റുകൂടാതെ യാസീൻ ഓതാൻ പഠിക്കുന്നവരാകണം, ശ്രമിക്കുന്നവരാകണം. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. അൽഹംദുലില്ലാ. ഇനി നാളെ ഇതേ സമയത്ത് നാം സൂറത്ത് യാസീൻ പഠിച്ചു തുടങ്ങുകയാണ്. യാസീൻ്റെ ശ്രേഷ്ഠതയാണെന്ന് പറഞ്ഞതെങ്കിൽ നാളെ യാസീൻ വൽ ഖുർആനുൽ ഹക്കീം മുതൽ 1-ാമത്തെ ആയത്ത് മുതൽ 10-ാമത്തെ ആയത്ത് വരെയുള്ള ആയത്തിൻ്റെ അർത്ഥ വ്യാപ്തിയിലേക്ക് നാം കടന്നു ചെല്ലുകയാണ്. ഒരു ഉസ്താദ് ദറസിൽ മക്കളെ പഠിപ്പിക്കുന്ന പോലെ എൻ്റെ അൽബയാൻ്റെ ജയ്ഹിന്ദ് TV-യിലെ പ്രേക്ഷകർക്ക് മുന്നിൽ അൽ ജവാബിലൂടെ ഈ പ്രോഗ്രാം നെഞ്ചിലേറ്റിയ, ഈ ചാനലിനെ നെഞ്ചിലേറ്റിയ എൻ്റെ പ്രേക്ഷകർക്ക് മുന്നിൽ അൽഹംദുലില്ലാ അൽബയാനും നിങ്ങളുടെ മനസ്സിലേക്ക് ഇൽമുകൾ തുറന്നു തരികയാണ്. അൽഹംദുലില്ലാ. പരിശുദ്ധ റമദാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ഹൃദയമാകുന്ന സൂറത്ത് യാസീൻ വിശ്വാസികളുടെ മനോമുഖരത്തിലേക്ക്, അവരുടെ ഹൃദയത്തിൻ്റെ കവാടങ്ങളിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള അൽ ബയാൻ എന്ന നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി തക്കല റംസാൻ മൊഴിമുത്തുകൾ എന്ന പേരിൽ നമുക്ക് സമർപ്പിക്കുന്ന പ്രോഗ്രാം പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും രാത്രിയിൽ ബുധനാഴ്ച ദിവസം ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും 11 മണിക്കും ചാനലിൻ്റെ ചില പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ബുധനാഴ്ച മാത്രം 11:30-ക്കും അൽ ബയാൻ എന്ന റംസാൻ മൊഴിമുത്തുകൾ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. എല്ലാ ദിവസവും രാത്രി 11 മണിക്കാണ്, ബുധനാഴ്ച മാത്രം 11:30 മണിക്ക്. അത് പ്രിയപ്പെട്ട സഹോദരിമാർ വളരെ ശ്രദ്ധിക്കണം. കാരണം യാസീൻ കൃത്യമായി പറഞ്ഞ് പഠിപ്പിക്കുന്നത് കൊണ്ട്, ആ അർത്ഥവും വ്യാപ്തിയും ഒക്കെ പറയുന്നത് കൊണ്ട് ഒരു എപ്പിസോഡ് നഷ്ടപ്പെട്ടു പോയാൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും രാത്രിയിൽ 11 മണിക്ക്, ബുധനാഴ്ച മാത്രം 11:30 മണിക്ക് അതേ പ്രോഗ്രാം തന്നെ എല്ലാ ദിവസവും രാവിലെ 3:30 മണിക്കും ഇൻഷാ അല്ലാഹ് ഈ ചാനലിലൂടെ ഉണ്ടായിരിക്കും. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയും അൽ ജവാബ് പ്രോഗ്രാം നടത്തുന്ന നമ്മുടെ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലിന് വേണ്ടിയും നിങ്ങൾ പൂർണ്ണമായി പ്രാർത്ഥിക്കണം. അവരുടെ സ്ഥാപനങ്ങൾ സന്ദർശിക്കണം, അതിനുവേണ്ടി ദുആ ചെയ്യണം എന്ന് വളരെ താഴ്മയോടുകൂടി റമദാനിൻ്റെ മൊഴിമുത്തുകൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്ന ഈ പ്രോഗ്രാം വിജയത്തിൻ്റെ തീരത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സഹകരിക്കണമെന്ന് വളരെ സന്തോഷത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമദാനുമായി, നോമ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അമലുകളുമായി ബന്ധപ്പെട്ട കുറച്ച് സംശയങ്ങൾ, വളരെ അത്യാവശ്യമായ കുറച്ച് സംശയങ്ങൾ, ആ സംശയങ്ങൾക്ക് മറുപടി കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് റമദാൻ 3-ന്റെ തറാവീഹിന് പോയാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്, റമദാൻ 2 നോമ്പ് പിടിച്ചവരായിരിക്കുമ്പോൾ ചെല്ലേണ്ടുന്ന ദുആ എന്താണ്, ഇൻഷാ അല്ലാഹ് അതിലേക്ക് കടന്നു വരാം. അതിനു മുമ്പ് ഇന്നത്തെ കുറച്ച് സംശയങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രവേശിക്കാം. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റംസാൻ ആശംസകൾ. Nurul Islam University, BE, BTech, ME, MTech, MBA, MCA, MSc, MPhil and PhD programs. Additional training in French, Japanese and German languages at free of cost. Those who want to study in Arabic, Urdu and Hindi can do it in the spare time in the campus itself by PhD professors. Our website www.niceindia.com. Email info@niceindia.com. Helpline number 09539000939.
09362 09443150266. Nurul Islam University, Kumarakoil, Takkalai, Kanyakumari district. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റംസാൻ ആശംസകൾ. അസ്സലാമു അലൈക്കും. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റമളാൻ പ്രോഗ്രാം അൽ ബയാനിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിലെ ആദ്യത്തെ ചോദ്യമാണ്: സുബഹി ബാങ്കിൻ്റെ സമയത്ത് വായിലിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ വിധി എന്താണ്? ആ അവസ്ഥയിൽ നാം എന്താണ് ചെയ്യേണ്ടത്? പരിശുദ്ധ റമളാൻ മാസത്തിൽ അത്താഴം കഴിക്കുക എന്നത് സുബഹിയുടെ സമയത്തിന് മുമ്പായി, സുബഹി ബാങ്കിനും കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് അത്താഴം കഴിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശക്തിമത്തായ സുന്നത്താണ് എന്ന് പറഞ്ഞ ഒരു പുണ്യകർമ്മമാണ്. അതിൽ ബറക്കത്തുള്ളത് കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് അത് കൃത്യമായി കഴിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്താണെന്ന് പറഞ്ഞതുകൊണ്ട് ആ സുന്നത്തിൻ്റെ പ്രതിഫലം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. പക്ഷേ ഈ അത്താഴം കഴിക്കുമ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് എഴുന്നേൽക്കാൻ വൈകിയത് കൊണ്ടോ അതല്ലെങ്കിൽ തലേ ദിവസം ഉറങ്ങാൻ താമസിച്ചു പോയത് കൊണ്ടോ സുബഹി ബാങ്കിൻ്റെ സമയമായപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം വായ്ക്കകത്തിരിക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യണം എന്നതാണ് ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ആ പ്രിയപ്പെട്ട സഹോദരൻ ചെയ്യേണ്ടത്, വയറ്റിലേക്ക് ഇറങ്ങിപ്പോയ ഭക്ഷണത്തെ നമുക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ നാം ഭക്ഷണം വായ്ക്കകത്ത് വെച്ചപ്പോൾ സുബഹി ബാങ്ക് തുടങ്ങി, ആ ബാങ്ക് തുടങ്ങിയതായി നമ്മൾ അറിഞ്ഞാൽ നാം എന്ത് ചെയ്യുക? വായ്ക്കകത്തുള്ള ഭക്ഷണത്തെ മാറ്റുക, എന്നിട്ട് വായ വൃത്തിയാക്കുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക. വായ്ക്കകത്തിരിക്കുന്ന ഭക്ഷണം കൂടി അങ്ങ് ഇറങ്ങട്ടെ എന്നൊരിക്കലും നമ്മൾ കരുതാൻ പാടില്ല. അത് വളരെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി വായ്ക്കകത്തിരിക്കുന്ന ഭക്ഷണം പുറത്തേക്ക് മാറ്റിയതിന് ശേഷം വായ വളരെ വൃത്തിയാക്കുക, ഭംഗിയാക്കുക, ബാക്കി നോമ്പിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോവുക. റമളാനിലെ എല്ലാ ദിവസത്തേക്കും വേണ്ടി ഒരുമിച്ച് ഒറ്റ നിയ്യത്ത് മതിയാകുമോ? പരിശുദ്ധ റമളാൻ മാസത്തിലെ നോമ്പ്, അതിൻ്റെ ഫർളായ ഒരു ഘടകമാണ് നിയ്യത്ത് എന്നത്. ഓരോ ദിവസത്തെ നോമ്പിന് വേണ്ടിയും അതിൻ്റെ തലേ ദിവസങ്ങളിൽ രാത്രി തന്നെ നിർബന്ധമായി നിയ്യത്ത് ചെയ്യണം. 30 ദിവസത്തേക്ക് വേണ്ടി അല്ലെങ്കിൽ 29 ദിവസത്തേക്ക് വേണ്ടി ഒരുമിച്ച് നിയ്യത്ത് ചെയ്യുന്ന പ്രവണത ശരിയല്ല. ചില പ്രായം കൂടിയ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ തൻ്റെ മക്കളോടും ചെറുമക്കളോടും ഒക്കെ അങ്ങനെ പറയലുണ്ട്, ഇടയ്ക്ക് നിയ്യത്ത് മറന്നു പോവുകയാണെങ്കിൽ അത് പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഒന്നാമത്തെ നോമ്പ് മുതൽ തന്നെ അങ്ങനെ നിയ്യത്ത് ചെയ്ത് വരുന്നുണ്ട്. ഷാഫി മദ്ഹബ് പ്രകാരം അതേ ദിവസത്തെ നോമ്പിന് രാത്രിയിലുള്ള നിയ്യത്ത് തന്നെ നിർബന്ധമായും ചെയ്യണം. എല്ലാ ദിവസത്തേക്കും കൂടി ഒറ്റ നിയ്യത്ത് ചെയ്താൽ മതിയാവുന്നതല്ല. രാത്രി നിയ്യത്ത് മറന്നു പോയാൽ എന്തു ചെയ്യും? പകൽ നിയ്യത്ത് വെച്ചാൽ മതിയോ? ഷാഫി മദ്ഹബ് പ്രകാരം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നോമ്പിന് വേണ്ടി, ഫർദ് നോമ്പിന് വേണ്ടി രാത്രിയിൽ തന്നെ നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. പകൽ സമയത്ത് നിയ്യത്ത് വെച്ചാൽ അനുവദനീയമല്ല. നമ്മളിപ്പോൾ മുഹറം മാസം പോലെ, ശഅബാൻ മാസം പോലെ സുന്നത്ത് നോമ്പുകൾക്കാണെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് നാം അത്താഴത്തിൻ്റെ സമയം മുതൽ പിന്നെ അതിനുശേഷം ഭക്ഷണമൊക്കെ നിയന്ത്രിച്ച് സുബഹിക്ക് ശേഷം പിന്നെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഉച്ചയ്ക്ക് മുമ്പ് നിയ്യത്ത് വെച്ചാൽ മതി. അത് സുന്നത്ത് നോമ്പുകൾക്കാണ്. ഫർദ് നോമ്പുകൾക്ക് നിർബന്ധമായും ഈ ഷാഫി മദ്ഹബ് പ്രകാരം രാത്രിയിൽ തന്നെ നിയ്യത്ത് വെക്കണം. ഇനി അങ്ങനെ നിയ്യത്ത് വെക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ നോമ്പിനെ നോമ്പായിട്ട് തന്നെ നാം പിടിച്ചു വിടുകയും പിന്നീട് ആ നോമ്പിനെ നിയ്യത്തോടു കൂടി ഖളാ വീട്ടി പൂർത്തീകരിക്കുകയും ചെയ്യേണ്ടതാണ്. റമളാനിൽ രാത്രി വലിയ അശുദ്ധി ഉണ്ടായാൽ പ്രഭാതത്തിന് മുമ്പ് കുളിച്ചില്ലെങ്കിൽ അത് നോമ്പിനെ ബാധിക്കുമോ? പല സഹോദരങ്ങളുടെയും തെറ്റിദ്ധാരണയാണ്, പരിശുദ്ധ റമളാനായി കഴിഞ്ഞാൽ പിന്നെ ഭാര്യ ഭർത്തൃ ബന്ധം പാടില്ല, പകലും രാത്രിയും ഒരുപോലെ ഭാര്യയിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന് സാധാരണ പല സഹോദരങ്ങളുടെയും മനസ്സിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. എന്നാൽ ഒരിക്കലും ഇസ്ലാം അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി രാവും പകലുമെല്ലാം തൻ്റെ കുടുംബത്തിൽ നിന്നും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ നിന്നും സുഖങ്ങളിൽ നിന്നും മാറി നിൽക്കണം എന്നൊരിക്കലും നിർദ്ദേശിക്കുന്നില്ല. പരിശുദ്ധ റമളാൻ മാസത്തിൻ്റെ നോമ്പ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സുബഹിൻ്റെ ആ സമയം മുതൽ അസ്തമയ സമയം വരെയുള്ള സമയമാണ്. അതിനിടയിൽ നോമ്പിനെ ബാധിക്കുന്ന തരത്തിൽ ഭാര്യാഭർത്തൃ ബന്ധവും മറ്റ് രസങ്ങളും അനുവദനീയമല്ലാത്ത മറ്റ് മേഖലകളിലുള്ള ഇടപെടലും ഒക്കെയാണ് നിഷിദ്ധമായിരിക്കുന്നതും. അത് ചെയ്താലാണ് നോമ്പിൻ്റെ പ്രതിഫലത്തെയും പിന്നെ അതിൻ്റെ ഘടകങ്ങളെയും ബാധിക്കുന്നതും. എന്നാൽ ഒരു ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ശാരീരിക ബന്ധത്തിൽ റമളാനിൻ്റെ രാത്രിയിൽ ഏർപ്പെടുന്നതിൽ യാതൊരുവിധ തടസ്സവും പരിശുദ്ധ റമളാനിലെ നോമ്പോ അല്ലെങ്കിൽ നോമ്പിൻ്റെ നിയമ വശങ്ങളോ ഒന്നും ഒരു തടസ്സവും പറയുന്നില്ല.
ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ സുബഹിക്ക് മുമ്പ് അല്ലെങ്കിൽ സൂര്യോദയത്തിന് മുമ്പ് നിർബന്ധമായും കുളിച്ചില്ലെങ്കിൽ അത് നോമ്പിനെ ബാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ റമദാൻ അല്ലെങ്കിൽ പോലും സുബഹിൻ്റെ സമയത്ത് സുബഹി നിസ്കാരം ഖളാ ആക്കി വലിയ ശുദ്ധിയോടുകൂടി കുളിക്കാതെ കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം നമ്മൾ വിശുദ്ധ ഇസ്ലാമിനോട് ചെയ്യുന്ന അല്ലെങ്കിൽ നാം ഉൾക്കൊള്ളുന്ന ആദർശത്തിനോട് ചെയ്യുന്ന നമ്മുടെ തനതായ ഇബാദത്തിനോടുള്ള താല്പര്യത്തിനോട് ചെയ്യുന്ന ഒരു ചതിയാണ്. അപ്പോൾ അതിനോട് നമ്മൾ എന്ത് ചെയ്യുക? ആ പൈശാചികമായ ചിന്തയെ മാറ്റി ആ സമയത്ത് എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി നിസ്കരിക്കുക. ഇത് സാധാരണ ദിവസങ്ങളിൽ ഇത്ര ഗൗരവമുള്ളതാണെങ്കിൽ പരിശുദ്ധ റമളാൻ മാസത്തിൽ എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് പരിശുദ്ധ റമളാൻ മാസത്തിൽ ഒരു സുബഹി പോലും നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല എന്ന് ആദ്യമേ തീരുമാനിച്ചുകൊണ്ട് തന്നെ വലിയ ശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് മുമ്പ് കുളിച്ച് കൃത്യമായി ആ നിസ്കാരം നിർവഹിക്കുക എന്ന നിയത്തോടു കൂടി അതിന് തയ്യാറെടുക്കുക. പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിച്ച് നോമ്പിലേക്ക് പ്രവേശിച്ച് വലിയ ശുദ്ധിക്കാരനാണ് എന്നുള്ള നിലയിൽ നോമ്പിനെ അത് ബാധകമല്ല. പക്ഷേ സൂര്യോദയത്തിന് മുമ്പ് കുളിച്ച് വൃത്തിയായി നിസ്കാരത്തിലേക്ക് പ്രവേശിച്ച് ആ റമളാനിനോടുള്ള ആദരവ് കാത്തു സൂക്ഷിക്കൽ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഛർദിക്കൽ കൊണ്ട് നോമ്പ് മുറിയുമോ? ശാരീരികമായ അസ്വസ്ഥങ്ങൾ കൊണ്ട് ഒരു മനുഷ്യൻ അറിയാതെ ഛർദ്ദിച്ചു പോയാൽ അത് നോമ്പിനെ ബാധിക്കുന്നതല്ല. മറിച്ച് നമ്മുടെ കൈയോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ വായ്ക്കകത്തേക്ക് കടത്തിയിട്ട് ഛർദ്ദിച്ചാൽ അത് നോമ്പിനെ ബാത്തിലാക്കുന്നതാണ്. അപ്പോൾ ഈ രോഗം കാരണം തലേദിവസം കഴിച്ച ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും അസ്വസ്ഥത വയറ്റിനെ ബുദ്ധിമുട്ടിച്ചു, അല്ലെങ്കിൽ പെട്ടെന്ന് ഓർക്കാനമുണ്ടായി, ഭക്ഷണം കഴിച്ച് പിന്നെ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇത്തിരി നേരം ഉറങ്ങി ഒരു വലിയ യാത്ര പോയപ്പോൾ വയർ കുലുങ്ങിയിട്ട് അങ്ങനെയൊക്കെ ഛർദ്ദിലുണ്ടായിക്കഴിഞ്ഞാൽ അത് നോമ്പിനെ ബാധിക്കുന്നതല്ല. ഞാനിത് വിശദീകരിച്ച് പറയുന്നത് എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ അല്ലെങ്കിൽ സഹോദരങ്ങൾ അതിൻ്റെ എല്ലാ മേഖലയും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നതിന് വേണ്ടിയാണ്. ഉമിനീര് ഇറക്കിയാൽ നോമ്പ് മുറിയില്ലെങ്കിൽ വെറ്റിലയുടെ നീരിറക്കിയാൽ നോമ്പ് മുറിയുമോ? അത് ഉമിനീര് പോലെയാണല്ലോ. ഉമിനീരിറക്കിയാൽ നോമ്പ് മുറിയുകയില്ല എന്ന് പറയുമ്പോഴും ഉമിനീരിൻ്റെ കൂടെ നമ്മുടെ വായ്ക്കകത്തുള്ള തന്നെ കഫം ഉൾപ്പെടെയുള്ള എന്തെങ്കിലും കട്ടി ഉള്ള വസ്തുക്കൾ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ അത് നോമ്പിനെ ബാധിക്കുന്നതാണ്. ഉമിനീര് ഇറക്കിയാൽ നോമ്പ് മുറിയില്ല എന്നത് ശരിയാണ്. പക്ഷേ വെറ്റിലയുടെ നീര് നമ്മുടെ ഉമിനീരിൻ്റെ കൂടെ ചേരുമ്പോൾ അതിന് ഉമിനീര് എന്ന പേര് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത് വെറ്റിലയുടെ നീരാണ്. ആ നീര് ഉമിനീരിനോട് വേറെന്തെങ്കിലും കലർന്നു പോയാൽ പിന്നെ ഉമിനീര് എന്ന പേര് നമുക്കതിന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ നീര് ഉള്ളിലേക്ക് ഇറങ്ങിയാൽ അത് നോമ്പിനെ ബാധിക്കും. ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല. അത് വേറൊരാൾ ചോദിച്ചതുപോലെ പുകവലി ഉള്ളിലേക്കൊന്നും നമുക്ക് പോകുന്നില്ലല്ലോ, പുക വലിച്ച് നാം പുറത്തേക്ക് വിടുകയല്ലേ, അതുകൊണ്ട് നോമ്പിനെ ബാധിക്കുകയില്ലല്ലോ എന്ന് ചോദിച്ചതുപോലെയാണ്. ഇത് രണ്ടുകൊണ്ടും നമ്മുടെ നോമ്പ് ബാത്തിലാകുന്നതാണ്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈ എപ്പിസോഡിലെ അവസാനത്തെ ക്വസ്റ്റ്യനാണ് അടുത്തത്. പാചകം ചെയ്യുമ്പോൾ ആഹാരത്തിൻ്റെ ഉപ്പ് നോക്കുന്നതിന് വേണ്ടി നാവിൽ പുരട്ടിയാൽ നോമ്പ് നഷ്ടപ്പെടുമോ? നോമ്പ് തുറക്കുന്നതിന് വേണ്ടി വിശന്ന് അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയമായെങ്കിൽ എന്ന് പറഞ്ഞ് ആവേശത്തോടെ കാത്തിരിക്കുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ സമയമൊന്നും നോക്കിയില്ല, ബാങ്ക് കേൾക്കുന്ന പോലെ തോന്നി, പെട്ടെന്ന് അകത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും ഒരു കുറേ സമയം കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ആ നോമ്പ് തുറയുടെ സമയമാകുന്നത് എങ്കിൽ ആ നോമ്പ് ഉറപ്പായിട്ടും നഷ്ടപ്പെടുന്നതാണ്. കാരണം നോമ്പ് തുറയെ ധൃതിയാക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നോമ്പ് തുറയുടെ സമയം പൂർണ്ണമായി ആയി എന്നത് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, നോമ്പ് തുറക്കാവൂ. നഷ്ടപ്പെട്ടു പോയ നോമ്പിനെ പിന്നീട് ഖളാ വീട്ടി പിടിക്കുകയും ചെയ്യേണ്ടതാണ്. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റംസാൻ ആശംസകൾ. Nurul Islam University, BE BTech, ME MTech, MBA, MCA, MSc, MPhil and PhD programs. Additional training in French, Japanese and German languages at free of cost. Those who want to study in Arabic, Urdu and Hindi can do it in the spare time in the campus itself by PhD professors. Our website www.niceindia.com. Email info@niceindia.com. Helpline number 09539009362 09443150266. Nurul Islam University, Kumarakoil, Takkalai, Kanyakumari district. പ്രകൃതി
ആയുർവേദ ഹോസ്പിറ്റൽ ദക്ഷിണ കേരളത്തിലെ പ്രശസ്ത അസ്ഥി നട്ടെല്ല് രോഗ ചികിത്സാ കേന്ദ്രം എന്റെ നാട്ടിലാണ്. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. 20 വർഷത്തെ സേവന പാരമ്പര്യം. നട്ടെല്ല് രോഗങ്ങൾ, മദ്യപാനം മൂലമുള്ള കരൾ രോഗങ്ങൾ, പ്രമേഹം, അലർജി, ത്വക്ക് രോഗങ്ങൾ, അർഷസ് തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും സമ്പൂർണ്ണ ചികിത്സ. ഈ പ്രകൃതിയിലേക്ക് വരൂ, ആരോഗ്യപൂർണമായ ഒരു ജീവിതം ആസ്വദിക്കും. പ്രകൃതിയിലേക്ക് വരൂ, ഞാൻ ഉറപ്പ്. ഫോൺ 9446182437. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഐസ്ക്രീം അയോട്ട ഐസ്ക്രീംസ്, the real taste of milk. എത്ര തിന്നാലും മതി വരില്ല. അതാണ് അയോട്ട ഐസ്ക്രീം. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ റംസാൻ ആശംസകൾ. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ട നോമ്പും തറാവീഹും അത്താഴം കഴിക്കലും നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ സംശയങ്ങൾ, മനസ്സിൻ്റെ സംശയങ്ങൾ മാറി അറിവിൻ്റെ മനോഹരമായ തീരത്തേക്ക് അള്ളാഹു നമ്മെ എത്തിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, പരിശുദ്ധ റമളാൻ മാസത്തിലെ 2ാമത്തെ നോമ്പുകാരായി നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചൊല്ലാൻ വേണ്ടി മഹാന്മാർ പഠിപ്പിച്ചു തരുന്ന മനോഹരമായ ദുആ. ഇന്നലെ നാം ഒരു ദുആ പഠിച്ചു. ആ ദുആ നാം റമളാനിലെ 1ാമത്തെ നോമ്പിൽ തന്നെ പൂർണ്ണമായി ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. 2ാമത്തെ നോമ്പ് പിടിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ചൊല്ലാൻ വേണ്ടി പഠിപ്പിക്കേണ്ടുന്ന ദുആ എഴുതിയെടുക്കുക, തെറ്റുകൂടാതെ വ്യക്തമായി പറയുക. വളരെ മഹത്തായ ദുആയാണ്. ധാരാളം പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് മാലാഖമാർ കൊണ്ടെത്തിക്കുന്ന ഈ റമളാനിൽ ഈ ഓരോ ദിവസത്തെ ദുആ കൊണ്ട് ജീവിതത്തിൻ്റെ സർവ്വ വിഷമങ്ങളും മാറ്റി ആത്മീയതയിലേക്ക് അള്ളാഹു നമ്മെ അടുപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഖരിബ്നി, അല്ലാഹുമ്മ ഖരിബ്നി, 2 പുള്ളിയുള്ള ഖോഫാണ്. അല്ലാഹുമ്മ ഖരിബ്നി ഇലാ മർളാതിക വജന്നിബ്നി മിൻ സുഖ്തിക. അല്ലാഹുമ്മ ഖരിബ്നി ഇലാ മർളാതിക വജന്നിബ്നി മിൻ സുഖ്തിക. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഖരിബ്നി, എന്നെ നീ എത്തിക്കണമേ, എന്നെ നീ അടുപ്പിക്കണമേ. ഇലാ മർളാതിക, നിന്റെ പരിപൂർണമായ തൃപ്തിയിലേക്ക് നീ എന്നെ അടുപ്പിക്കണമേ. വജന്നിബ്നി, നീ എന്നെ അകറ്റണമേ. മിൻ സുഖ്തിക, നിന്റെ കോപത്തിൽ നിന്നും നിന്റെ ദേഷ്യത്തിൽ നിന്നും നീ എന്നെ അകറ്റണമേ. നല്ല ദുആയാണ്. നോമ്പുകാരനായി 2ാമത്തെ ദിവസത്തിലെ നോമ്പുകാരനായി ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ചൊല്ലാൻ അല്ലാഹുമ്മ ഖരിബ്നി ഇലാ മർളാതിക, നിന്റെ തൃപ്തിയിലേക്ക് പൊരുത്തത്തിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ, അടുപ്പിക്കണേ അല്ലാ. വജന്നിബ്നി മിൻ സുഖ്തിക, നിന്റെ കോപത്തിൽ നിന്ന് ഞങ്ങളെ നീ അകറ്റി നിർത്തുകയും ചെയ്യണമേ റബ്ബേ. 1ാമത്തെ തറാവീഹിൻ്റെ 2ാമത്തെ ദിവസത്തെ തറാവീഹിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് നാം ഇന്നലെ പറഞ്ഞതാണ്. അൽഹംദുലില്ലാ, കല്ലും മണ്ണും മലരും മുഴുവനും നമുക്ക് വേണ്ടി ദുആ ചെയ്യും. എന്നാൽ 3ാമത്തെ നോമ്പിന് വേണ്ടിയുള്ള രാത്രിയിലെ തറാവീഹിൻ്റെ പ്രതിഫലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അർശിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് മലക്കുകൾ വിളിച്ചു പറയുമത്രേ, അള്ളാഹു പാപമോചനം കൊടുത്തവരെ നിങ്ങൾ കണ്ടില്ലേ, അള്ളാഹു പാപമോചനം കൊടുത്തവരെ നിങ്ങൾ കണ്ടില്ലേ എന്ന് 3ാമത്തെ നോമ്പിന് വേണ്ടിയുള്ള തറാവീഹ് നിസ്കാരം കഴിഞ്ഞിറങ്ങുന്നവരെ നോക്കി അള്ളാഹുവിൻ്റെ മാലാഖമാർ അർശിൻ്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുമെന്നാണ്. അങ്ങനെ വിളിച്ചു പറയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആ ഭാഗ്യം കിട്ടാൻ തറാവീഹ് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക. അൽഹംദുലില്ലാ, സുബഹിയുടെ ടൈം 4:47. അപ്പോൾ അത്താഴം നമുക്ക് 4:35 വരെ കഴിക്കാം. മഗ്രിബിൻ്റെ നോമ്പ് തുറയുടെ സമയം 6:47. വളരെ ശ്രദ്ധിക്കണം. നോമ്പ് തുറയും നോമ്പ് അത്താഴം കഴിക്കലും ഇബാദത്തുകളും എല്ലാം പുണ്യമാണ്, അമലാണ്. ആ അമലുകളുടെ കൂട്ടത്തിൽ ഈ സാധുക്കളെയും നിങ്ങളുടെ ദുആയിൽ പങ്കുചേർക്കണം. പ്രത്യേകിച്ച് ഈ പ്രോഗ്രാം അൽ ബയാൻ എന്ന വിഭവസമൃദ്ധമായ നോമ്പുകാരുടെ വിജ്ഞാനസിദ്ധിയായി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടെത്തിച്ചു തരുന്ന തക്കലയിലെ നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി, അൽഹംദുലില്ലാ, ഒന്നിനൊന്ന് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവിടെ പ്രവർത്തനങ്ങളെ അള്ളാഹു ഇനിയും വിജയതീരത്തേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവർ കാണിക്കുന്ന ഈ താല്പര്യത്തെ അള്ളാഹു അവർക്ക് എല്ലാ നിലയിലുള്ള അർഹമായ പ്രതിഫലവും കൊടുക്കുന്നതിന് ഒരു കാരണമാക്കി വളർത്തിക്കൊണ്ടുവരുമാറാകട്ടെ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള
നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, റമദാനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇൻഷാ അള്ളാഹ് ഈ പറയുന്ന അഡ്രസ്സിൽ എഴുതി വളരെ വേഗം തന്നെ അറിയിക്കുക. പള്ളിയിലേക്കാണെങ്കിൽ AM നൗഷാദ് ബാക്കവി, ചീഫ് ഇമാം, വള്ളക്കടവ് മുസ്ലിം ജമാഅത്ത്, തിരുവനന്തപുരം. വീട്ടിലേക്ക് കത്തുകൾ അയക്കുമ്പോൾ അൽ ബയാൻ, AM നൗഷാദ് ബാക്കവി, ദാറുൽ ഇഷ്ക്, തെന്നൂർക്കുണം, മുടപുരം PO, ചിറയിൻകീഴ്, തിരുവനന്തപുരം. ഇൻഷാ അള്ളാഹ് ഈ വിനീതനും കൂടെയുള്ളവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന വിശ്വാസത്തോടെ നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് ഇൻഷാ അള്ളാഹ് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.